ഹലോ കൂട്ടുകാരെ, അയച്ചു ഫാമിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വീട്ടിലുള്ള കുറച്ച് കാര്യങ്ങളാണ് കാണിക്കാൻ പോണത് കേട്ടോ. ഇത് ഓർക്കാപ്പുളിയാണ്. നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ പറയുക? ഞങ്ങളെ മലപ്പുറം ഏരിയയിലൊക്കെ ഓർക്കാപ്പുളി എന്നാണ് പറയുക. അച്ചാറിടാനും ഉപ്പിലിടാനും മീൻ കറിയിലൊക്കെ ഇട്ടിട്ട് ഉപയോഗിക്കാനൊക്കെ പറ്റും. അനിയനെ ഇവിടെ എന്തോ കുഴിച്ചിടാൻ വേണ്ടിയിട്ട് കുഴി കുത്തുകയാണ്. അവൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ. തൈ കുഴിച്ചിടുക, വിത്തുകൾ പാവുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നല്ല ഇഷ്ടമാണ്. അപ്പോൾ അവൻ്റെ കുറച്ച് കൃഷികളും ഞാൻ ഇതിൽ കാണിച്ചു തരാം. ഇതവൻ കുഴിച്ചിട്ടല്ല കേട്ടോ, അത് വെറുതെ ഉണ്ടായതാണ്. ചേമ്പാണ്. അതിൻ്റെ താളൊക്കെ നല്ല വലുപ്പത്തിലുണ്ടായിട്ടുണ്ട്. ഇത് ഉമ്മാൻ്റെ വേപ്പുമാരാണ് കേട്ടോ. ഇതുമ്പോൾ നിലന്നുള്ളത് സമ്മതിക്കില്ല. ഇമ്മ കുറേ കുഴിച്ചിട്ടിട്ട് ആകെ ഒന്നാണ് ഉണ്ടായത്. അപ്പോൾ അതിനെ നല്ലപോലെ ഇങ്ങനെ ശുശ്രൂഷിച്ചിട്ടാണ് നോക്കുന്നത്. ഇത് മത്തനാണ്. മത്തന് പൂവും കായും ഒക്കെ ഉണ്ടാവുന്നുണ്ട്, പക്ഷെ എന്താണാവോ ഒന്നും പിടിച്ച് കിട്ടുന്നില്ല, ഒക്കെ കൊഴിഞ്ഞു പോവാണ്. മത്തൻ്റെ ഇലയൊക്കെ നല്ല ഉഷാറിലുണ്ടായിട്ടുണ്ട്, വള്ളി നല്ല വലുപ്പത്തിൽ വലുതായിട്ടുണ്ട്. പക്ഷെ മത്തൻ്റെ കായ ഉണ്ടാവണില്ല. അത് എന്താണ് കാര്യം എന്നറിയണില്ല. കായ ഇതുപോലെ ഉണ്ടായിട്ട് ഒരു നെല്ലിക്ക വലിപ്പമൊക്കെ ആകുമ്പോഴത്തേന് എന്നൊക്കെ കൊഴിഞ്ഞു പോവുകയാണ്. ഒരുപാട് കായ അതിന്മേൽ പിടിച്ചിട്ടുണ്ട്, ഒക്കെ കൊഴിഞ്ഞു പോവുക. ഇന്നും ഇങ്ങോട്ട് വലുതാവണില്ല. അത് എന്തെങ്കിലും ജന്തുക്കൾ കുത്തിയിട്ടാണോ ഒന്നും അറിയില്ല. പഞ്ചായത്തു നിന്ന് കുറച്ച് വിത്തും വളമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് അവൻ പാവി നോക്കിയതാണ്. പക്ഷെ വിത്തുകളൊക്കെ നന്നായിട്ട് മുളച്ചിട്ടുണ്ട്. ചീര, പടവലങ്ങ, മത്തന്, വെണ്ടക്ക എല്ലാം നന്നായിട്ട് മുളച്ചിട്ടുണ്ട്. ഈ സംഭവം എന്താണെന്നറിയോ? ഈ കായ ചകിരിപ്പഴം ചെറുപ്പത്തിലൊക്കെ ഒരുപാട് നമ്മൾ കഴിച്ചിട്ടില്ല. ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും അതൊന്നും അറിയില്ല, സംഭവം തന്നെ അറിയില്ല എന്താണെന്നും. മുളച്ച തേങ്ങേൻ്റെ പൊങ്ങ് വെച്ചിട്ട് ഒരു ജ്യൂസ് ഉണ്ടാക്കിയാലോ? അടിപൊളി ടേസ്റ്റാണ്. നിങ്ങളൊക്കെ കഴിച്ച് നോക്കിയിട്ടുണ്ടോ? പൊങ്ങ് വെറുതെ കഴിക്കാൻ തന്നെ അടിപൊളിയാണ്. അപ്പോൾ കുറച്ച് തേങ്ങ ഉണ്ടായിരുന്നു, അതൊക്കെ പൊളിച്ചിട്ട് പൊങ്ങ് എടുക്കാൻ വേണ്ടിയിട്ട് പൊളിക്കുകയാണ്. അങ്ങനെ തേങ്ങ പൊളിക്ക് കഴിഞ്ഞ് പൊങ്ങ് വേർതിരിക്കുകയാണ്. പൊങ്ങ് അതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടാൻ കുറച്ച് പണിയുണ്ട്. ആ മുളച്ച ഭാഗത്തു നിന്ന് എടുക്കാനാണ് കുറച്ച് പണി. അപ്പം നമ്മൾ ആയുധം ഉണ്ടല്ലോ, ആ ആയുധം വെച്ചിട്ട് ഒക്കെ കുത്തി അടത്തി എടുക്കുകയാണ്. അങ്ങനെ എല്ലാ പൊങ്ങും തേങ്ങൻ്റെ മേലെ നിന്നൊക്കെ വേറെടുത്തെടുത്ത് അതൊരു മിക്സിയുടെ ജാറിക്കിട്ട് കുറച്ച് പാലും പഞ്ചസാരയൊക്കെ ചേർത്ത് നന്നായിട്ട് മിക്സിയിലിട്ടടിച്ച് മിക്സിയിട്ടടിച്ചതിൻ്റെ ശേഷമാണ് എനിക്ക് ഓർമ്മ വന്നത് ഐസ്ക്രീം ഉണ്ട് അതിൻ്റെ ഫ്രിഡ്ജിൽ നിന്ന്. അപ്പോൾ കുറച്ച് ഐസ്ക്രീം അതിൽ ചേർത്തിട്ട് നന്നായിട്ടാണ് അടിച്ചെടുത്ത്. നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ടാ. നല്ല ടേസ്റ്റ് ഉണ്ട്, വെറുതെ പറയല്ല, നല്ല ടേസ്റ്റുള്ള ജ്യൂസാണ്. എൻ്റെ മോൻക്കൊക്കെ നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി ട്രൈ ചെയ്യേ.